എന്നാലും കള്ളന്മാരുടെ കയ്യിൽ നിന്ന് കക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ര വലിയ കള്ള തിരുമാലികളാവണം. ചെന്നവന്മാർ രണ്ടുപേരും മാസ്ക് വരും. പെണ്ണല്ലേ അപ്പൊ ഇതായിരുന്നല്ലോ പരിപാടി. അപ്പൊ നിങ്ങൾ ഇത്ര നാള് ഞങ്ങൾക്ക് കിട്ടും. എന്നാലും പോരി, നീ എന്നോട് നിങ്ങൾ രണ്ടുപേരും ഇത്രയും കാലം എന്നെ പറ്റിച്ചോണ്ടിരിക്കായിരുന്നില്ലേ? എടാ നീ അപ്പം ലച്ചിക്ക് നല്ല ആപ്പ് തന്നെ കൊടുത്തല്ലേ? എടാ ഇവനെ നമ്മൾ വിചാരിച്ച പോലെ അത്ര പാവൊന്നുമല്ല. ശരി തരാം, ഞാൻ ലച്ചി വിളിക്കട്ടെ. വേണ്ട പ്ലീസ് ചേട്ടാ, ലെക്ചർ എടുത്ത് കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കില്ല. എടാ ലൈറ്റ്സ് ഓൺ ചെയ്യ്. എടാ മണ്ടാ, നമുക്ക് സമാധാനമായിട്ട് ഇരുന്ന് സെറ്റിൽമെന്റ് സംസാരിക്കാം. ഇരിക്കടാ. എടാ മണ്ടാ, എത്രയും പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ചെയ്യണം. അതെന്തേട്ടാ? അത് വേറൊന്നുമല്ല, നിങ്ങൾ രണ്ടുപേരും എന്റെ ഗ്യാങ്ങിൽ ജോലി ചെയ്യണം. എന്താ നോ നെവർ എന്നൊക്കെ പറഞ്ഞ എങ്ങനെ ശരിയാവാനാ? അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് തൽക്കാലം ഈ ഗ്യാങ് ചേരും. ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് ചേച്ചി, പ്ലീസ് ചേച്ചി. ഞാൻ ചേച്ചിയുടെ കാല് പിടിക്കാം, ഒന്ന് സമ്മതിക്ക് ചേച്ചി. ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം. ശരിന്ന് പറഞ്ഞു ചേട്ടാ. ശരിന്ന് പറഞ്ഞു എന്നോ? എടാ മോനെ, ഇതിലുണ്ട് ഏതൊക്കെ വഴി കൂടെ കയറി ഇറങ്ങി പോകുന്ന അറിയോ? കുറച്ച് സ്നേഹത്തോടെയൊക്കെ പറയാൻ പറ. ഒരിത്തിരി സ്നേഹത്തിൽ പറയേച്ചി. ശരി ശരി, ഇപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാ, അതായത് പൊരി ഏതോ ഒരു ആടുബായിക്ക് നിന്നെ പിടിച്ചു കൊടുക്കാനുള്ള കൊട്ടേഷൻ എനിക്കാ വന്നേ. ഏതവനത്? ആടുബായി വലിയൊരു ഡോണാണ്. ഡോണോ? ഇവന്റെ പേരാണ് ആടുബായ്. ആളെ കണ്ട എലിയെ പോലെ ആണെങ്കിലും ആള് പുലിയ. എന്തൊരു കഥയാണോ എന്തോ. നമസ്തേ ബായ്. ഇതാവന്റെ വിചാരം. ശരി, അതൊക്കെ വിട്. തൽക്കാലം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താന്ന് പറ. ഹായ് സർ. പറയൂ സർ. ഞാൻ പറഞ്ഞതൊക്കെ ഓക്കെയാണോ? സർ, ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതാ, ഞാൻ അങ്ങനത്തെ ഒരു പെണ്ണല്ല, എനിക്കതൊന്നും താല്പര്യമില്ലെന്ന്. എന്റെ അവസ്ഥ കൂടെ ഒന്ന് മനസ്സിലാക്കുക. സർ പ്ലീസ്. ഞാനും പ്ലീസ് പറഞ്ഞില്ലേ? സർ പ്ലീസ്. ജസ്റ്റ് 1 hour. എടാ മോനെ, ഞങ്ങളുടെ ഇതിനേക്കാൾ വലിയ സാധനം ഉണ്ട്, അത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഓ ഈ ഇരിക്കുന്ന സാധനം കണ്ടില്ലേ, ഇതിനേക്കാളും വലുതായിരിക്കും. ഒന്നുമല്ല. അല്ല, നീ ഇവിടെ നിന്ന് ടൈം പാസ് ചെയ്യാണോ? കാര്യം എന്താ ചേച്ചി? അല്ല, നിങ്ങളൊക്കെ എന്ത് ചെയ്യാ? നിങ്ങൾ ബായി വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് നടക്കും. എടാ എനിക്കടാ, ഒന്ന് വേഗം വാ. എടാ ഞാൻ അവന്റെ തല അടിച്ച് പൊളിച്ചു. അയാളുടെ തല അടിച്ച് പൊട്ടിച്ചു. നീ ആദ്യം ഒന്നും കൂടി വന്നേ. വെറുതെ ഒരു ഇടകൂടങ്ങള്. ശരി, അതൊക്കെ പോട്ടെ. ഇപ്പൊ എങ്ങനെയോ രക്ഷപ്പെട്ട് പുറത്തു വന്നു. ഇനിയിപ്പൊ നാളെ മുതലേ പട്ടിണി മാറ്റാൻ എന്ത് ചെയ്യും? അറിയില്ലടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹലോ. ആ സൂപ്പർ. അതെയോ? അങ്ങനെയാണെങ്കിൽ പറ്റില്ല, വേറെ ആളെ നോക്ക്. എന്താ പറ്റില്ലെന്ന് പറഞ്ഞേ? നീ കാരണം പറ്റില്ലെന്ന് പറഞ്ഞ. എന്നെ കൊണ്ട് പറ്റില്ലെന്നാ? എന്നെ കൊണ്ട് പറ്റാത്തായിട്ട് ഒന്നുമില്ല, ഞാൻ ആരാന്ന് അറിയാത്തോണ്ടാ. ലച്ചി എന്ന് പറഞ്ഞൊരു ഡോൺ ഉണ്ടാടാ. ആയിക്കോട്ടെ. അവന്റെ അടുത്ത് വലിയ വലിയ ഡീൽസ് ഒക്കെ വരും. ലൈഫ് സെറ്റിൽ. അതിന് നീ ആദ്യം ഒരു കാര്യം ചെയ്യണം. അവന്റെ അടുത്ത് പോയി നീ അവന്റെ അസിസ്റ്റന്റ് ആവണം. ജോയിൻ ചെയ്തേക്കാം. ലൈഫ് സെറ്റിൽ ചേച്ചി. ഓ ഭയങ്കരം തന്നെ. ശരി ഇടമണ്ട, നാളെ രാവിലെ തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി എൻ്റെ അടുത്തേക്ക് വാ. ഈ കുടം വിറ്റിട്ടേ കിട്ടുന്ന പൈസ നമുക്ക് രണ്ടുപേർക്കും പപ്പാതി എടുക്കാം. ചേട്ടാ, ലിച്ചിയുടെ അടുത്ത് എനിക്ക് ജോലിയുണ്ട്, പോയില്ലെങ്കിൽ പണി കിട്ടും. എന്റെ ചേച്ചിയെ കൊണ്ടുപോയിക്കോ. ഞാൻ കാല് പിടിക്കാം, പ്ലീസ് ചേച്ചി സമ്മതിക്ക്. ചേച്ചി, ഞാനല്ലേ പറയുന്നത്, എനിക്ക് വേറെ നിവർത്തിയില്ല. ചേട്ടാ, എല്ലാം സെറ്റാ. എനിക്കതിലൊരു ലവ് ഫീലിംഗ് കിട്ടിയില്ല.
വരുമൊക്കെ ചെയ്യാം, പക്ഷെ സമയമെടുക്കും. എനിക്ക് ക്ഷേത്രത്തിൽ പോണം. ക്ഷേത്രത്തിൽ പോണോ? എൻ്റെ അമ്പോ, ക്ഷേത്രത്തിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ എന്നാലും അടക്കൊതുക്കുള്ള പെണ്ണായിരിക്കും. ശരി, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഓക്കോ. വാടാ ഇങ്ങോട്ട്. ഇത് തന്നെ സാറേ, എത്ര കിട്ടും? 20,000. 20? 20. ഓ, 20. നീ വാ പോരി. ജാനി, 20,000 കൂടുതൽ ആരും തരാൻ പോകുന്നില്ല. ആണോ? ഞാനൊന്ന് നോക്കട്ടെ. അതെ, ആദ്യം ആ കയ്യിലിരിക്കുന്ന കുടമൊന്ന് മാറ്റി പിടിക്കുക. എൻ്റെ പുറത്ത് വന്നിരിക്കുക. ഇവന് ശ്വാസം വിടാനുള്ള സമയം പോലും കൊടുക്കരുത്. ശരി സാർ, നീ ഇനി ചെയ്യുമോ? മകളെ ചെയ്യോ നീ? അവസ്ഥ കണ്ടല്ലോ അല്ലേ? സൂക്ഷിച്ചാ കൊള്ളാം. അയ്യോ കൊല്ലല്ലേ. പറയതാ. എന്തായി? നമ്മൾ പറഞ്ഞ സാധനം കിട്ടിയാ? അത് എത്രയും പെട്ടെന്ന് റെഡിയാക്കാം. ഒന്ന് വേഗം സെറ്റ് ചെയ്യ് ജാനി. സെറ്റ് ചെയ്യാന്നേ. ഓക്കെ നീ വാ. ഇതെന്താ പിന്നെ ഇവിടെ തന്നെയാണല്ലോ വന്ന്? ഇറങ്ങും നീ ആദ്യം. സാറേ, ഈ കുട എടുത്തിട്ടേ ആ വള തരാൻ പറ്റുമോ? എക്സ്ട്രാ 5,000 വരും. ഓ, 5,000 വരുമല്ലേ? അതേപോലെ ഈ വളം എൻ്റെ കയ്യിൽ കിടന്ന സൂപ്പറായിരിക്കും. എടുത്തോ. സ്റ്റോപ്പ്. സൂം. ഇവന്മാരെ എൻ്റെ കൈ തന്നെ കിട്ടും. മുഖത്ത് മുഴുവൻ ചായം തേച്ചാ തിരിച്ചറിയാൻ പറ്റില്ല എന്ന വിചാരം. ഞാൻ കണ്ടെത്തും ഇവന്മാരെ. ഇനി അങ്ങോട്ട് എൻ്റെ ടാർഗറ്റ് ചെഡ്ഡി ഗ്യാങ്. എന്താ സീനു? എന്തായാലും ചെയ്, ഞങ്ങളൊക്കെ മറന്നുപോയാവോ? മറന്നുപോയാ പിന്നെ വിളിക്കേണ്ട കാര്യം എന്താ? അല്ല, ഞങ്ങൾക്കുള്ള പണികളൊന്നും കുറച്ചു നാളായിട്ട് കിട്ടുന്നില്ല. നോക്കി, ഒരു വീട്ടിൽ കുറേ വൈരങ്ങൾ വന്നിട്ടുണ്ട്. അതങ്ങാൻ അടിച്ചു മാറ്റിയാലേ നിങ്ങളൊക്കെ ലൈഫിൽ സെറ്റ് ആവുന്നേ. ആ വൈരങ്ങളൊക്കെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞിട്ടേ എൻ്റെ ഷെയർ തരാതെ നിങ്ങളെങ്ങാനും മുങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, ശരിക്കും അറിയാലോ ഈ ലച്ചി ആരാന്ന്. ഞങ്ങളാ ചെട്ടി ഗ്യാങ്ങിലെ അവന്മാരെ പോലെയാണെന്ന് കരുതിയോ? വാക്ക് പറഞ്ഞ വാക്കാ. അതെ പുലിക്കുട്ടി, ആ വീടിന്റെ ചുറ്റിനും കുറെ സെക്യൂരിറ്റീസ് ഉള്ളതാ. പെട്ടാ തീർന്ന്. ഒന്ന് സൂക്ഷിച്ചോളൂ.